ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. എൻ്റെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു യാത്ര പോവാണ്. അതും ചെന്നൈ വരെ തന്നെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്നത് തന്നെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെൻറ്റുകളുണ്ട്. കാരണം ഞാൻ ഒരുപാട് വർഷമായി തന്നെ ട്രാവൽ ചെയ്ത്. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചെന്നൈയിൽ സ്ഥിരമായിട്ട് പോകുന്ന ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേക്കുള്ള പോക്കിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു. ബസ്സിൽ അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആകാശ കാഴ്ചകൾ കാണുന്ന പോലെയാണ് ഞാൻ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ ബിസ്ക്കറ്റും അതുപോലെ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചെന്നൈയുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം തുടങ്ങിയത് 2014 ഗ്രാജുവേഷനും കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ചെന്നൈയിലോട്ട് വണ്ടി കയറുമ്പം ചെന്നൈയുമായിട്ട് ഇത്രത്തോളം ആത്മബന്ധം ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഇത്രയും വർഷം അവിടെ പഠിക്കാൻ കഴിയുമെന്നോ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. യാത്രയിൽ ഉടനീളം രാജേട്ടൻ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റക്കാ പോയതെന്നുള്ള ഒരു ഫീലിംഗും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ഇരിട്ടി വഴി മൈസൂരിലൂടെ ബാംഗ്ലൂർ എത്തി അവിടുന്ന് ചെന്നൈയിലോട്ടാണ്. ഏകദേശം ഒരു 17 മണിക്കൂർ ഞാൻ ആ വണ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്ക് കയറിയ ഞാൻ പിറ്റേന്ന് രാവിലെ 6:30 ആയപ്പോഴാണ് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. രാത്രിത്തെ ആഹാരം അമ്മ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എനിക്ക് എവിടെ ഇറങ്ങേണ്ടി വന്നില്ല. എനിക്ക് കിട്ടിയ സീറ്റിന്റെ കുഴപ്പമാണോ അതോ എൻ്റെ അന്നത്തെ ഹെൽത്ത് കണ്ടീഷന്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഞാൻ ഈ കഴിച്ച 2 സ്പൂണും ഞാൻ അപ്പം തന്നെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഒരൊറ്റ കിടത്തമായിരുന്നു. രാവിലെ ആയതേ ഓർമ്മയുള്ളൂ. അങ്ങനെ നമ്മളൊരു 6:30 ആകുമ്പോൾ തന്നെ ചെന്നൈ റീച്ചായി. പുലിവാൽ കല്യാണത്തില് സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗില്ലേ, കൊച്ചി എത്തി, അതേപോലത്തെ ഡയലോഗായി ഇപ്പം ചെന്നൈ എത്തുമ്പോൾ പറയാം. ആ ഒരു കൂവത്തിന്റെ മണം, കൂവം പറഞ്ഞാൽ അവിടെയുള്ള ഒരു തോടോ അങ്ങനെ എന്തോ ഒരു സാധനം, ഫുള്ള് നല്ല കച്ചറ വെള്ളമായിരിക്കും, നല്ല സ്മെല്ലും ഉണ്ടാവും. എന്താണെന്നറിയില്ല, ഈ ഒരു ചെന്നൈൻ്റെ കുത്തകയായിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാല്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ബസ്സുകളും കുറേ പെട്ടി ഓട്ടോകളും പിന്നെ പെണ്ണുങ്ങളൊക്കെ MITL എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ രാവിലെ മാർക്കറ്റിലേക്കെല്ലാം. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് രാവിലെ ചെന്നൈയിലെ റോഡുകൾ കാണാൻ. അധികം വണ്ടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം ഈ നിൽക്കുന്ന ഓട്ടോ ചേട്ടന്മാരൊക്കെ ആൾക്കാരെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാ. ടൂറിസ്റ്റ് ബസ്സിലാവുമ്പോൾ ആൾക്കാർ എന്തായാലും ലോങ് ആയിട്ട് പോകുമല്ലോ. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ടായിരുന്ന ചെന്നൈ കോയമ്പേടിലാണ് ഞാൻ ഇറങ്ങിയത്. സാധാരണ ഞാൻ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ ഓലയല്ലാണ്ട് വേറെ ഒരു ഓട്ടോവും പിടിക്കാറില്ല. പ്രൈവറ്റ് ഓട്ടോകളൊക്കെ മലയാളീസാന്ന് അറിഞ്ഞാൽ കഴുത്തിറക്കണ റേറ്റാ പറയാ. 80 രൂപക്ക് പോകേണ്ട സ്ഥലത്ത് നിന്ന് എൻ്റെ ഇയാള് 150 രൂപ വാങ്ങി. സാരമില്ല, നമ്മൾ